ഉറുദു കവായിദ ഈ പറയുന്ന പേജിനെ ഷോർട്ടാക്കിയിട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നായിരിക്കും വായിക്കുന്നത്. ജോ ബാത്ത് ഹമാരെ മനസ്സെ നിക്കൽത്തെ ഹേ ഇസ് കലിമെ ലഫ്ല് കഹത്തെ ഹേ. എന്തൊരു കാര്യമാണോ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത് അതിനെയാണ് എന്ത് പറയുന്നത്, കലിമയോ ലഫ്ലോ എന്ന് പറയുന്നത്. മുഫ്രദ് ഓർ മുറക്കബ് രണ്ട് തരത്തിലുണ്ട്. മുഫ്രദ് ഓർ മുറക്കബ് ഹുറൂഫ് തഹജ്ജി കഹത്തെ ഹേ. മുഫ്രദായിട്ടുള്ള മുറക്കബായിട്ടുള്ള ഹർഫുകളെയാണ് എന്ത് പറയുക, ഹുറൂഫ് തഹജ്ജി എന്ന് പറയുന്നത്. അത് തഅദാദ് ഉറുദു മേം 51 ഹേ. ഓക്കെ, 51 ഹേ മലയാളത്തിൽ പറയുകയാണ്. ഹുറൂഫ് ഏക് സാത്ത് മിൽക്കർ ലഫ്സ് ബനാത്തെ ഹേ. എന്താണ് ഈ ഹർഫുകൾ ഒന്നിച്ചാണ് എന്തുണ്ടാക്കുന്നത്, ലഫ്സ് ഉണ്ടാക്കുന്നത്. ഒന്നിച്ചാക്കിയിട്ടാണ് ലഫ്സ് ഉണ്ടാക്കുന്നത്. അലിഫ് ഐന് ഖാഫ് ലാമ് ആക്കിയിട്ട് ആഖിൽ ഉണ്ടാക്കുന്നു. കലിമയ്ക്ക് അക്സാം, ഇനി കലിമയുടെ ഖിസ്മുകൾ. മൗലു, ഇനി ഒന്നാമത്തെ ഖിസ്മാണ് മൗസൂ. ബാമാന അൽഫാദ്, അതായത് അർത്ഥമുള്ള ലഫ്സ്. മസലൻ സടക്ക്, ഫൂല്, പിന്നെ റോട്ടി ഉദാഹരണം. പിന്നെ മുഹമ്മദ്, അതായത് ബേമാന അൽഫാദ് അർത്ഥമില്ലാത്ത ലഫ്സുകളാണ്. ജോ മൗസൂ കെ സാത്ത് ഇസ്തിമാൽ കർത്തെ ഹേ. അർത്ഥമുള്ള ലഫ്സുകളുടെ ഒരുമിച്ച് വരുന്ന, കൂടെ ചേർന്ന് വരുന്ന അർത്ഥമില്ലാത്ത കാര്യങ്ങളാണത്, അർത്ഥമില്ലാത്ത ലഫ്സുകളാണത്. ഉദാഹരണം വടക്ക്, വൽ, വോട്ടി. ഇനി ഉറുദു ഖവായിദ് മേം സിർഫ് ബാമാന, അതായത് മൗലൂ അൽഫാദ് കെ ബഹസ് കർത്തെ ഹേ. ഉറുദു ഖവായിദിൽ അർത്ഥമുള്ള ലഫ്സുകൾക്ക് മാത്രമേ ചർച്ചയുള്ളൂ. ഉറുദു ഖവായിദിൻ്റെ സെക്കൻഡ് പാർട്ട് ഈ പേജിൽ നിന്നുള്ള റെഫറൻസാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കലിമെ കി അക്സാം, പാർട്സ് ഓഫ് സ്പീച്ച്. കിസി ഷഖ്സ്, ചീസ് യാ ജഗഹ് കാ നാം, ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ പേര്. ഉദാഹരണം ഷാഹിദ്, കലം, ഡൽഹി. രണ്ടാമത്തേത് ഹർഫ്, പ്രിപ്പോസിഷനോ കൺജക്ഷനോ എന്നും പറയാം. വഹ് അൽഫാദ് ജോ ദോ ഇസ്മോ യാ ജുംലോ കോ ജോഡെ, രണ്ട് ജുംലകളെയോ രണ്ട് ലഫ്ലുകളെയോ ചേർക്കുന്ന ഒന്ന്. അകേലെ മാനാൻ അതെ, അത് ഒറ്റക്കുള്ളപ്പോൾ അർത്ഥം തരില്ല, അങ്ങനെയുള്ള ഒരു ലഫ്ല്, അതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. ഉദാഹരണം പർ സെ കോ. ഇനി ഫിയാല്, ഇംഗ്ലീഷിൽ വെർബ് എന്ന് പറയും. കിസി കാം കാ കർണ യാ ഹോന, എന്തെങ്കിലും കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ സംഭവിക്കുകയോ ചെയ്യുക. ഹോന ജാഹിർ കരെ, അതിനെ വ്യക്തമാക്കുന്നതാണത്. മിസാലൻ ദോഡ്താ ഹേ, ഓടുന്നു. കേൽ രഹേ ഹേ, കളിക്കുന്നു. ഉറുദു ഖവായിദിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇത് ഇസ്മിൻ്റെ ഖിസ്മുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്മ കെ അഖ്സാം. ഇസ്മ ജാമിദ് വോ ഇസ്മ ജോ ഖുദ് കിസി സെ ന ബനെ ഓർ ന ഇസ്സെ കൊയ് ഓർ ബനെ. മിസാലൻ ഗോഡ, അതെന്താണ്, ഒരു നൗണാണ്. എങ്ങനത്തെ നൗണാണ്, അത് ഒറ്റക്ക് ഉണ്ടാവുന്നില്ല, അതുപോലെ തന്നെ മറ്റൊന്നിൻ്റെ കൂടെ ചേർന്നുണ്ടാവുന്നുമില്ല. ഡെഫിനിഷൻ അങ്ങനെ പഠിച്ചേക്കാം കേട്ടോ. ഉദാഹരണം ഹോഴ്സ്, ഗോഡ. ഓക്കെ. രണ്ടാമത്തത് ഇസ്മ മസ്ദർ വോ ലഫ്ല് ജോ ഖുദ് നഹി ബൻതാ ലേക്കിൻ ഇസ്സെ ദൂസരെ അഫ്ആൽ ബൻത്തെ ഹേ ആഖർ മേം ന ആത്തെ ഹേ. അത് ഒറ്റക്ക്, അതൊരു നൗണാണ്. എങ്ങനത്തെ നൗണാണ്, ഒറ്റക്ക് ഉണ്ടായി വരുന്നതല്ല, പക്ഷേ ഒരു വാക്കിനോട് ചേർന്ന് ഒരു വെർബായി മാറുന്നു. അവസാനം ന ചേർന്ന് വരും. ഉദാഹരണം ദൗഡ്ന, ടു റൺ. ഇനി ഇസ്മ മുസ്തഖ് വോ ഇസ്മ ജോ മസ്ദർ സെ ബനായാ ഗയാ ഹോ. ഇനി മസ്ദറിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഇസ്മാണിത്. ഉദാഹരണം ഖാനെ വാല, കഴിക്കുന്ന ആള്. ഓക്കെ. अस्मा को बुनियादी तौर पर दो अहम अक़साम में तक़सीम किया गया है. ഇസ്മുകൾ അവർ ഉണ്ടായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇസ്മു മാരിഫ ഓർ ഇസ്മു നക്കിറ. ഇസ്മു മാരിഫ അതായത് ഖാസ് ആയിട്ടുള്ളത്. യേ കിസി ഖാസ് ഷഖ്സ് ജഗ യാ ചീസ് കെ നാം കോ സാഹിർ കർത്തെ ഹെ. ഇത് ചില പ്രത്യേക വ്യക്തികളുടെയോ സ്ഥലത്തിൻ്റെയോ വസ്തുക്കളുടെയോ പേരിനെ വെളിവാക്കുന്നു, വ്യക്തമാക്കുന്നു. ഇസ്മു നക്കിറ ആം, യേ കിസി ആം ഷഖ്സ് ജഗ യാ ചീസ് കോ സാഹിർ കർത്തെ ഹെ. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ, കോമൺ ആയിട്ടുള്ള വ്യക്തികളെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ വ്യക്തമാക്കുന്നു. ഇനി ഇസ്മ മാരിഫ കെ അക്സാം. ഇസ്മ മാരിഫ തന്നെ ഖിസ്മുകളുണ്ട്. അതിൽ ആദ്യത്തേതാണ് തഖല്ലുസ്. वो मुख्तसर नाम जो शायर अपने शायरी में इस्तेमाल करते हैं जैसे ഗാലിബ് ഹാലി. അപ്പോൾ ഇതവരുടെ എന്താണെന്ന് വെച്ചാൽ പെൻ നെയിം എന്ന് പറയും. അതായത് ഷായരിങ്ങൾ അവരുടെ കവിതകളിൽ ഉപയോഗപ്പെടുത്തുന്ന നാമം. ഓക്കെ. രണ്ടാമത്തേതാണ് ലഖബ്. വോ നാം ജോ കിസി ഖൂബി യാ കാർനാമെ കി വജഹ് സെ ദിയാ ഗയാ ഹോ. അതായത് ചില ക്വാളിറ്റികൾ കൊണ്ടോ അല്ലെങ്കിൽ വല്ല അച്ചീവ്മെൻറ്റ്സോ ഒക്കെ കാരണമായി നൽകപ്പെടുന്ന നാമമാണിത്. ഉദാഹരണത്തിന് റസ്തം ഹിന്ദ്, ഷേറെ ഖുദ. ഇവിടെ കണ്ടില്ലേ, അള്ളാഹുവിൻ്റെ സിംഹം അല്ലെങ്കിൽ ഹിന്ദിൻ്റെ റസ്തം എന്നൊക്കെ പറഞ്ഞ പോലെ. ഇനി മൂന്നാമതാണ് ഖിതാബ്. വോ അസാസി നാം യാ ലഖബ് ജോ ഹുക്കൂമത്ത് യാ ബാദ്ഷാ की तरफ से दिया जाए जैसे ഭാരത് രത്ന.
ഷംസുൽ ഉലമ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓണററി നാമമായിട്ടായിരിക്കും നൽകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ രാജാവിൻ്റെ ഭാഗത്തുനിന്നോ ഒക്കെ നൽകുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഭാരതരത്ന, ഷംസുൽ ഉലമ. പിന്നെ ഉള്ളത് ഉർഫ്, വോ മഷ്ഹൂർ നാം ജിസ്സെ कोई शख्स अपने असली नाम के अलावा पकारा जाता है, अक्सर प्यार ताल्लुक़ के वजह से, जैसे ഗലു, ചോട്ടു. അതായത് ഒരാൾ ആയ വ്യക്തി സ്വന്തം നാമത്തിനുപരിയായി ഈ ഒരു പേരിലായിരിക്കും അറിയപ്പെടുക. ഇത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടോ ഒക്കെ ആളുകൾ ഇടുന്നതാണ്. ചോട്ടു, ഗലു എന്നൊക്കെ പറയുന്നത് പോലെ. ഇസ്മുകളുടെ അക്സാമുകളിൽ അടുത്തതാണ് കുഞ്ഞിയത്ത്. വോ നാം ജോ മാ, ബാപ്പ്, ബേട്ടെ, ബേട്ടി യാ കിസി ഓർ തഅല്ലുഖ് സെ മഷ്ഹൂർ ഹോ ജായേ, ജേസെ ഉമ്മു മറിയം, അബൂ ഹുറൈറ. ഇതൊരു പേരാണ്. ആ പേരെങ്ങനെയെന്ന് വെച്ചാൽ അവരുടെ വാപ്പയുമായോ ഉമ്മയുമായോ മകനുമായോ മകളുമായോ ഒക്കെ ബന്ധിതമായിട്ടുള്ള പേരായിരിക്കും. ഉദാഹരണത്തിന് ഉമ്മു മറിയം, മറിയമിൻ്റെ ഉമ്മ, അബൂ ഹുറൈറ, പൂച്ചകളുടെ വാപ്പ എന്നൊക്കെ പറയുന്നത് പോലെ. ഇതൊക്കെ പേരുകളാണല്ലോ. ഇത്രയും നേരം നമ്മൾ ഇസ്മു മാരിഫയുടെ അക്സാമുകൾ പറഞ്ഞു. ഇനി അടുത്താണ് ഇസ്മു നക്ര കി അക്സാം, നക്കിറയായിട്ടുള്ള നാമങ്ങളുടെ ഇസ്മുകൾ. ഇസ്മു സാത്ത്, വോ ഇസ്മു ജോ കിസി ठोस चीज़ पर या बस्ती को जाहिर करते, जैसे കിതാബ്, ദർവാസ, ലഡ്ക. ചില രൂപമുള്ള ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ പേരാണ് ഇസ്മ സാത്ത് എന്ന് പറയുന്നത്. അടുത്തത് ഇസ്മ മുസഗ്ഗർ, वो लफ्ज़ जो किसी चीज़ के छोटेपन को जाहिर करे, जैसे थाली, बागीची. ഇത് ഒരു വസ്തുവിൻ്റെ ചെറുതിനെ, അതായത് അതിൻ്റെ വലിപ്പക്കുറവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഉദാഹരണം താലി എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലേറ്റ് എന്നർത്ഥം. അതുപോലെ തന്നെ ബാഗീച്ചി എന്ന് പറഞ്ഞാൽ ചെറിയ ഗാർഡൻ എന്നർത്ഥം. वो लफ्ज़ जो किसी चीज़ के बड़ेपन को जाहिर करे, बात से बढ़कर, बढ़कर, पकड़े സി, പക്കട, രാസി, ഷാഹ്ര. ഉദാഹരണം, അതായത് ഒരു സാധനത്തിൻ്റെ വലിപ്പം കൂടി പറയാം അല്ലെങ്കിൽ വലിപ്പത്തെ പറയാം. അതിനാണ് എന്ത് പറയുക? ഇസ്മു മുക്കബ്ബർ എന്ന് പറയാം. ഓക്കെ. ഉദാഹരണം ബാത്തിനെ നമ്മൾ എന്ത് പറയുന്നു? ബാത്തിങ്കാർ എന്ന് പറയുന്നു, എക്സ്റ്റൻസീവ് ടോക്ക്. അതുപോലെ തന്നെ പക്കരിനെ നമ്മൾ എന്ത് പറയുന്നു? പക്ര. ഓക്കെ. അതുപോലെ തന്നെ റാഹിനെ വഴി, അതിനെ ഷഹ്റ, ഹൈവേ എന്ന് പറയുന്നു. ഓക്കെ. ഇസ്മു മുസഗ്ഗറിൻ്റെയും ഇസ്മു മുക്കബ്ബറിൻ്റെയും ഉദാഹരണങ്ങൾ താഴെ ചേർക്കുന്നു. നമുക്ക് നോക്കാം. ബാല, ബഡാക്കർ, ബാലി. ഓക്കെ. താല, ടു താലി. പഹാഡ്, ടു പഹാഡിച്ചി, ഹിൽ. ഇതിൽ കാണുന്ന ഉദാഹരണങ്ങളും അങ്ങനെ തന്നെ. മുസ്തഖിൽ അടുത്തതാണ് ഇസ്മു ആലത്ത് അല്ലെങ്കിൽ ഇസ്മു ആല. वो इसम जो किसी आले, औजार या हथियार के नाम को जाहिर करे. ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആയുധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിൻ്റെയോ നാമം പറയുന്ന ഒരു നൗണാണ് അല്ലെങ്കിൽ ഒരു ഇസ്മാണെങ്കിൽ അതിനെന്ത് പറയും? ഇസ്മു ആല എന്ന് പറയും. ഉദാഹരണം ചിൽനി, ചാക്കു, ആരി, തൽവാർ. ഓക്കെ. അടുത്തതാണ് ഇസ്മു സൗത്ത്. वो इसम जो किस मखसूस चीज़ या जानदार के आवाज़ को जाहिर करे. ഒരു പ്രത്യേക കാര്യത്തിനെയോ അല്ലെങ്കിൽ ഒരു ജീവിയുടെയോ ശബ്ദത്തെ പറയുന്ന ഒരു കാര്യമാണെങ്കിൽ, ഒരു നൗണാണെങ്കിൽ അതിനെ ഇസ്മു സൗത്ത് എന്ന് പറയും. ഉദാഹരണം ചും ചും, മ്യാവ് മ്യാവ്, ടുൻ ടുൻ, ബൂം ബൂം, കുൽ കുൽ. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ഇസ്മു ലർഫ്. वो ഇസ്മ ജോ കിസി ജഗ യാ വഖ്ത് കോ ജാഹിർ കരെ. ഒരു സമയത്തെയോ സ്ഥലത്തെയോ വ്യക്തമാക്കുന്ന ഒരു ഇസ്മിനെയാണ് ഇസ്മു ലർഫ് എന്ന് പറയുന്നത്. ഇസ്മു സർഫ് മക്കാനുണ്ട്. ജോ കിസി ജഗ ക തസവുർ പേഷ് കർത്ത. ഒരു സ്ഥലത്തിൻ്റെ രൂപം അല്ലെങ്കിൽ സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന ഇസ്മാണെങ്കിൽ അതിനെ ഇസ്മു സർഫ് മക്കാൻ എന്ന് പറയും. മിസാലിൻ കോഷ്, ഖർ, ജറാഗ,
മീക്കഥ, മീക്കത്, കുത്തുബ് ഖാന ഉദാഹരണങ്ങളാണ്. അടുത്തതാണ് ഇസ്മു സർഫ് ജമാൻ. വോ ഇസ്മു ജോ കിസി വക്ത് യാ ജമാൻ കോ ജാഹിർ കരെ. ചില സമയത്തെയോ അല്ലെങ്കിൽ കാലത്തെയോ പറയുന്ന ഇസ്മിനെയാണ് എന്ത് പറയുക? ഇസ്മു സർഫ് ജമാൻ എന്ന് പറയാം. മിസാലെ സുബഹ്, ഷാം, ദോഫർ, സാൽ, ഹഫ്തെ. ഓക്കെ, ഇനി നമ്മൾ ഇസ്മു മുസ്തഖിൻ്റെ ഖിസ്മുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇസ്മു ഫായിൽ. वो इसम है जो किस मस्दर से बना हुआ और इसी मस्दर से ताल्लुक़ से इस काम करने वाले को नाम दिया जाए या काम करने वाला समझ जाए, जैसा दौड़ने वाला, पढ़ने वाला, नाचने वाला, वाली. ഇത് ഒരു നാമത്തിൻ്റെ മസ്ദറിൽ നിന്ന്, ഒരു വാക്കിൻ്റെ മസ്ദറിൽ നിന്ന് ഉണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്മാണ്. ഒരു മസ്ദറിൽ നിന്നുണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന ഇസ്മ്. ഡാൻസ് കളിക്കുന്നവൻ, ഓടുന്നവൻ ഒക്കെ ഉദാഹരണം. ഇസ്മു ഫാइल के पहचान ये है कि अगर इसके माना निकाले तो इसमें वाला ज़रूर लगेगा. അതായത് ഇതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വാല എന്നുള്ള പദം അല്ലെങ്കിൽ വാല എന്നുള്ള ഒരു സഫിക്സ് ഉണ്ടല്ലോ, അത് എന്തായാലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, കൂടെ ഉണ്ടാവും. ഓക്കെ, അവരുദാഹരണം പറയുന്നുണ്ട്. ഖാത്തിൽ. ഖാത്തിൽ എന്നാൽ ആരാണ്? ഖത്ൽ കർനെ വാല, കൊല ചെയ്യുന്ന ആൾ. ഇനി അടുത്തതാണ് ഇസ്മു മഫ്ഊൽ. वो इस्म जिस पर फ़िअल या काम का असर वाक़ हो, ये भी मस्दर से बनता है. मसलन चला हो, सताई होए, पड़ा हो, हुआ. ഓക്കെ, ഇസ്മു ഫായിൽ എന്നാൽ ഏതൊരു സാധനത്തിൻ്റെ മേലാണോ ഒരു പ്രവൃത്തി സംഭവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത്, അതും മസ്ദറിൽ നിന്ന് ഉണ്ടായതുമായിട്ടുള്ള ഇസ്മുകളാണ് എന്ത് പറയുന്നത്? ഇസ്മു മഫ്ഊൽ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുന്നുണ്ട്. ചല, പടാ ഹുവ, പഠിക്കപ്പെട്ട, ചലാ ഹുവ, നടക്കപ്പെട്ട, ഓക്കെ, നടന്ന. ഓക്കെ, മാളി മുതലൊക്കെ അഗർ ഹുവ, ഹുയി, ഹുയെ, വഗൈറ ലഗാനെ സെ ഇസ്മു മഫ്ഊൽ ബൻ ജാത്തെ ഹെ. അപ്പം മാളിയായിട്ടുള്ള കാര്യത്തിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഹുവ, ഹുയെ, ഹുയെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്മു മഫ്ഊലായി മാറും. जिस शख्स या चीज़ पर फ़िअल का असर बढ़ता है वो भी इस्म मफ़ऊल है. ഇനി ഏതൊരു കാര്യത്തിൻ്റെ മേൽ ഒരു ഫിയലിൻ്റെ, ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു, അതിനെയാണ് എന്ത് പറയുന്നത്? അതിനെയും ഇസ്മു മഫ്ഊൽ എന്ന് പറയും. ഓക്കെ, മഖ്തൂൽ, കിൽഡ് വൺ, അതായത് കൊല്ലപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ. മദ്ലൂം, മസ്ലൂം, ഒപ്രസ്ഡ് വൺ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാൾ. ഇനി നമ്മൾ ഇസ്മു മുസ്തഖിൻ്റെ ഖിസ്മുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് ഇസ്മു ഫായിൽ. वो इस्म है जो किस मस्दर से बना हुआ और इसी मस्दर से ताल्लुक़ से इस काम करने वाले को नाम दिया जाए या काम करने वाला समझ जाए, जैसा दौड़ने वाला, പഠനെ വാല, നാച്നെ വാല, വാലി. ഇത് ഒരു നാമത്തിൻ്റെ മസ്ദറിൽ നിന്ന്, ഒരു വാക്കിൻ്റെ മസ്ദറിൽ നിന്ന് ഉണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ഇസ്മാണ്. ഒരു മസ്ദറിൽ നിന്നുണ്ടാവുകയും ആ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന ഇസ്മ്. ഡാൻസ് കളിക്കുന്നവൻ, ഓടുന്നവൻ ഒക്കെ ഉദാഹരണം. इस्म फ़ाइल के पहचान ये है कि अगर इसके माना निकाले तो इसमें वाला ज़रूर लगेगा. അതായത് ഇതിനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ വാല എന്നുള്ള പദം അല്ലെങ്കിൽ വാല എന്നുള്ള ഒരു സഫിക്സ് ഉണ്ടല്ലോ, അത് എന്തായാലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, കൂടെ ഉണ്ടാവും. ഓക്കെ, അവരുദാഹരണം പറയുന്നുണ്ട്. ഖാത്തിൽ. ഖാത്തിൽ എന്നാൽ ആരാണ്? ഖത്ൽ കർനെ വാല, കൊല ചെയ്യുന്ന ആൾ. ഇനി അടുത്തതാണ് ഇസ്മു മഫ്ഊൽ. वो इस्म जिस पर फ़िअल या काम का असर वाक़ हो, ये भी मस्दर से
बनता है। मसलन चला हो, सताई होए, പടാ ഹോ ഹുവ. ഓക്കെ. ഇസ്മു ഫായിൽ എന്നാൽ ഏതൊരു സാധനത്തിൻ്റെ മേലാണോ ഒരു പ്രവൃത്തി സംഭവിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെടുന്നത് അതും മസ്ദറിൽ നിന്ന് ഉണ്ടായതുമായിട്ടുള്ള ഇസ്മുകളാണ് എന്ത് പറയുന്നത്, ഇസ്മു മഫ്ഊൽ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണം പറയുന്നുണ്ട്, ചല പടാ ഹുവ പഠിക്കപ്പെട്ട, ചല ഹുവ നടക്കപ്പെട്ട, ഓക്കെ നടന്ന. ഓക്കെ. മാളി മുതലക്കെ അഗർ ഹുവ, ഹുയി, हुए वगैरह लगाने से इसमें मफ़ऊल बन जाते हैं. അപ്പം മാലിയായിട്ടുള്ള കാര്യത്തിനോടൊപ്പം ഈ പറഞ്ഞ പോലെ ഹുവ, ഹുയെ, ഹുയെ ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്മു മഫ്ഊലായി മാറും. ജിസ് ശഖ്സ് യാ ചീസ് പർ ഫിഅൽ കാ അസർ ബഡ്താ ഹെ വോ ബി ഇസ്മു മഫ്ഊൽ ഹെ. ഇനി ഏതൊരു കാര്യത്തിൻ്റെ മേൽ ഒരു ഫിഅലിൻ്റെ ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്നു അതിനെയാണ് എന്ത് പറയുന്നത്, അതിനെയും ഇസ്മു മഫ്ഊൽ എന്ന് പറയും. ഓക്കെ. മഖ്തൂൽ കിൽഡ് വൺ, അതായത് കൊല്ലപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആൾ. മദ്ലൂം, മസ്ലൂം ഒപ്രസ്ഡ് വൺ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാൾ. എന്താണ് ഇസ്മു മുആവള എന്താണ്? किसी के खिदमत या मेहनत मजदूरी के मुआवले को जिस लफ्ज़ से अदा किया जाता है इस इस्म मुआवला कहते हैं. ഒരാളുടെ അധ്വാനത്തിൻ്റെയോ അല്ലെങ്കിൽ ശ്രമത്തിൻ്റെയോ ഫലമായി അല്ലെങ്കിൽ പാരിതോഷികമായി നൽകുന്നതിനെയാണ് ഇസ്മു മുആവള എന്ന് പറയുന്നത്. ഉദാഹരണം ചടായി, ചടായെ, റോട്ടി, ദിലായി, സിലായി. നമ്മളിവിടെ തച്ച് എന്നൊക്കെ പറയില്ലേ, പെയിൻ്റ് അടിക്കാർ തച്ച് പറയില്ലേ, കൂലി, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് ഇസ്മു ഹാലിയ. वो इस्म जो फ़िअल या मफ़ऊल के कैफियत को ज़ाहिर करते हैं और ये भी मस्दर से बनता है. मसलन चलता हुआ, आता हुआ, गरता हुआ. ഇതായത് ഒരു വസ്തുവിൻ്റെ അവസ്ഥയെ പറയുന്ന, ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സാധനത്തിൻ്റെയോ അവസ്ഥയെ പറയുന്ന ഇസ്മാണ് ഇസ്മു ഹാലിയ. इस्म फ़ाइल, इस्म मफ़ऊल और इस्म हालिया कभी कभी सिफ़त के तौर पर भी इस्तेमाल कर जाता है. അതായത് ഇസ്മ ഫായിലാവട്ടെ, ഇസ്മ മഫ്ഊലാവട്ടെ, ഇസ്മ ഹാലിയ ആയിക്കോട്ടെ, ഇത് അഡ്ജക്റ്റീവിൻ്റെ സ്ഥാനത്ത്, അതായത് വിശേഷണത്തിൻ്റെ സ്ഥാനത്ത് ഇടക്ക് യൂസ് ചെയ്യാറുണ്ട്. അടുത്തതാണ് ഹാസിൽ മസ്ദർ. ഇസ്മ മുസ്തഖ് കെ മുൻദരിജെ ബിലാ चारों किस्में भी असल मस्दर से बनते और यह हासिल मस्दर कहलाते हैं क्योंकि ये मस्दर का कैफियत या असर फ़िअलियत को ज़ाहिर करते हैं. പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അവയെല്ലാം തന്നെ മസ്ദറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ആ മസ്ദറാണ് ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, വിശേഷണത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് പറയുക, അതിൻ്റെ കാലദൈർഘ്യത്തെക്കുറിച്ചെല്ലാം പറയുക.